കപ്പാസിറ്ററിൻ്റെ വാല്യൂ, അതായത് ഈ ഡിസ്ക് കപ്പാസിറ്ററിൻ്റെ വാല്യൂ എങ്ങനെ നോക്കുന്നതാണ് പറയുന്നത്. ഡിസ്ക് കപ്പാസിറ്ററിൻ്റെ വാല്യൂ നോക്കുക, ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണെങ്കിൽ അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് 3.3 മൈക്രോ ഫാരഡ് കപ്പാസിറ്റൻസ് പറയാൻ നമ്മൾ മൈക്രോ ഫാരഡിൽ അല്ല, ഫാരഡാണ് അതിൻ്റെ യൂണിറ്റ്, നമ്മൾ മൈക്രോ ഫാരഡിലാണ് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പറയുന്നത്. ഇതിൽ 3.3 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നുണ്ട്. അത് 63 വോൾട്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കപ്പാസിറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് എത്ര ഫാരഡിലാണ് അല്ലെങ്കിൽ മൈക്രോ ഫാരഡിലാണെന്നും അത് ഏത് റേഞ്ച് വരെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുക. ഇപ്പോൾ 63 വോൾട്ട് വരെ നമുക്കത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാണെങ്കിൽ 10 മൈക്രോ ഫാരഡാണ്, 50 വോൾട്ട്. അപ്പോൾ ഒരു സർക്യൂട്ട് 50 വോൾട്ട് വരുന്ന സർക്യൂട്ടിൽ വരെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ വോൾട്ടേജ് റേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ അത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാല്യൂ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ ഡിസ്ക് കപ്പാസിറ്ററിലാണെങ്കിൽ വാല്യൂ ഇങ്ങനെ 100, ഇത് 103 ആണ് എഴുതിയിരിക്കണേ. പിന്നെ ഇത് 104 എഴുതിയിട്ടുണ്ട്, ഇത് 100, ഇത് 10, ഇങ്ങനെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ വെറുതെ വേറെ ലെറ്റേഴ്സ് ഒന്നും എഴുതിയിട്ടില്ല. ചില കേസുകളിൽ ലെറ്ററും കൂടി എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് 100 N നേരിയ അത്രയും നാനോ ഫാരഡാണ്. ഇതിനകത്ത് ലെറ്റേഴ്സ് ഒന്നും എഴുതിയിട്ടില്ല, 104 മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതേപോലെ ഇതിൽ 103, 100, പിന്നെ 10 അത്രയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് 104, ഇപ്പോൾ 10 ആണെങ്കിൽ അത് അത്രയും 10 പൈക്കോ ഫാരഡ് എന്നാണ് പറയുക. ഇത് വാല്യൂ എല്ലാം പൈക്കോ ഫാരഡ്. ഇപ്പോൾ 100 ആണെങ്കിൽ 100 പൈക്കോ ഫാരഡ്. പിന്നെ ഈ ഡിജിറ്റ് കൂടുതലാണ്, ഇപ്പോൾ 102, പിന്നെ അതേപോലെ 103, അതുപോലെ 104. അതായത് വൺസിൻ്റെ പ്ലേസിൽ വേറെ വാല്യൂസ് വരാണ്. അതായത് 2, 3, 4 അങ്ങനെ വരാണെങ്കിൽ അത്രയും സീറോസ് ആണ് നമ്മൾ എഴുതുക. അപ്പോൾ 10 എഴുതി 2 0, അത്രയും പൈക്കോ ഫാരഡ്. 103 ആണെങ്കിൽ 10 പിന്നെ 3 zeros, അത്രയും പൈക്കോ ഫാരഡ്. ഇപ്പോൾ 10 ആണെങ്കിൽ ജസ്റ്റ് 10 പൈക്കോ ഫാരഡ്, 100 ആണെങ്കിൽ 100 പൈക്കോ ഫാരഡ്. പക്ഷെ 102 ആണെങ്കിൽ 1 0 എഴുതിയിട്ട് നമ്മൾ 102 പൈക്കോ ഫാരഡ് എന്നല്ല പറയുക, 1 0 എഴുതി പിന്നെ 2 0 കൂടി എഴുതും. അപ്പോൾ 1000 പൈക്കോ ഫാരഡ് എന്നാണ് പറയുക. 104 ആണെങ്കിൽ അപ്പോൾ 10 എഴുതി പിന്നെ 4 zeros, അത്രയും പൈക്കോ ഫാരഡ്. ഇനി നമ്മൾ കോമൺ ആയിട്ട് സർക്യൂട്ടിനകത്ത് പറയുക മൈക്രോ ഫാരഡിലല്ലേ. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യാൻ അറിയാം. പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ എന്താ, 10⁻⁻12. അപ്പോൾ മൈക്രോയിലേക്ക് ആക്കണമെങ്കിലോ 10⁻⁻6 ആക്കണം. അപ്പോൾ 104 ആണെങ്കിൽ എത്രയായിരിക്കും? ഇപ്പോൾ ഈ 104 ഇപ്പോൾ 10 പിന്നെ 4 zeros, അപ്പോൾ എത്ര 0.6 ഡിജിറ്റ് നമ്മൾ മാറ്റണം. അപ്പോൾ എത്രയായിരിക്കും വാല്യൂ? 0.1 മൈക്രോ ഫാരഡ്. അത് നാനോ ഫാരഡിലേക്ക് ആക്കണമെങ്കിലോ 10⁻⁻9 ആണ്. അപ്പോൾ എത്രയായിരിക്കും? 3 ഡിജിറ്റ് മാറ്റാം. അപ്പോൾ 100 നാനോ ഫാരഡ്. അപ്പോൾ 104 എന്ന് പറഞ്ഞാൽ നമുക്ക് 0.1 മൈക്രോ ഫാരഡ്, 100 നാനോ ഫാരഡ്. അതേപോലെ 103 ആണെങ്കിലോ 103ലായിരിക്കുമ്പോൾ നമുക്ക് എത്ര ഡിജിറ്റ് മാറ്റണം? 6 ഡിജിറ്റ് മാറ്റണം. അപ്പോൾ എത്ര വരും? 0.01 മൈക്രോ ഫാരഡ് അല്ലേ, 0.01 മൈക്രോ ഫാരഡ്. പിന്നെ അത് നാനോ ഫാരഡിലേക്ക് ആക്കുമ്പോഴോ 10 നാനോ ഫാരഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും.